എന്തുകൊണ്ടാണ് പുതിയ ഗവൺമെൻറ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അവരുടെ മധുവിധ നാളിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരി മരുന്നുകൾക്കെതിരെ വ്യാപകമായ ക്യാമ്പയിൻ ഓപ്പറേഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് സമൂഹത്തെ, പ്രത്യേകിച്ച് യുവാക്കളെ അത്രമേൽ ബാധിച്ചു എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇതുവരെ ഈ ജൂണിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ വഴി 3224 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മയക്കുമരുന്നിൻ്റെ കണ്ണികളും കച്ചവടക്കാരും അത് പുറലോകത്തേക്ക് എത്തിക്കുന്നവരും വളരെ പ്രാദേശികമായി ചെറിയ ചെറിയ തോതിൽ അത് വിതരണം ചെയ്യുന്നവരടക്കം ഏകദേശം 3500 ആളുകൾ. ഇത് സംബന്ധമായി കുറേ കേസുകൾ വന്നു, കുറേയേറെ മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടു. അതിൻ്റെയും ചില കണക്കുകളൊക്കെ ഉണ്ട്. 315 കിലോഗ്രാം കഞ്ചാവ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാനിൻ്റെ വകയായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ 1600 കിലോഗ്രാം MDMA. 1600 എന്നൊക്കെ പറയുമ്പോഴേക്ക് കുറച്ചല്ലേ ഉള്ളൂ എന്നൊന്നും ആരും വിചാരിക്കൂലെന്ന് എനിക്കറിയാം. കാരണം 2-3 തരികൾ മാത്രം, അത് പഞ്ചസാരയേക്കാൾ ചെറുത് മതി ഈ സാധനം ഒരു മനുഷ്യന് 24 മണിക്കൂർ ബോധം കെട്ട് കിടക്കാൻ. അങ്ങനെയുള്ളത് 1600 ഗ്രാം എന്ന് പറഞ്ഞാൽ വലിയൊരു കണക്കാണ്. ഇതിന് പുറമെ മറ്റുള്ള ഹഷീഷ് ഓയിൽ, ഹെറോയിൻ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഈ സീസണിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്.